ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഇവളുടെ പേര് എല്ലി. ഇവളുടെ അച്ഛന്റെ കൂടെയാണ് താമസം. ഇവള് ജനിച്ചപ്പോൾ തന്നെ ഇവളുടെ അമ്മ മരിച്ചുപോയി. ഇവളുടെ അച്ഛന്റെ പേര് ടെഡ് എന്നാണ്. ഇയാൾക്ക് ഈ ആസ്ട്രോഫിസിക്സിലൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. അയാളുടെ വീട്ടിലായിട്ട് അയാൾ റേഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതലേ ആ റേഡിയോയിൽ സംസാരിക്കാനാണ് എല്ലിക്ക് കൂടുതൽ താല്പര്യം. എല്ലാ ദിവസവും പല പല ഫ്രീക്വൻസിയിലായിട്ട് അവൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അവൾക്ക് ചിലപ്പോഴൊക്കെ കണക്ഷനും കിട്ടാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്രായത്തിൽ തന്നെ അവൾ ഈ റേഡിയോയുടെ കാര്യത്തിൽ ഒരു എക്സ്പെർട്ടായിട്ട് മാറി. അങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എല്ലി ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് ഈ റേഡിയോ വെച്ചിട്ട് ചന്ദ്രനിലേക്കൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന്. അതിനയാൾ മറുപടി പറയുന്നത് ഇതിനേക്കാളും നല്ല റേഡിയോ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഈ സമയം അവൾ അടുത്തായിട്ട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ എൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റും. അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ എത്ര വലിയ റേഡിയോ ആണെങ്കിലും അത്രയും ദൂരത്തേക്കൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ ഈ സംസാരിക്കുന്ന സമയത്ത് അവൾ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ ആ ചിത്രം എടുത്തിട്ട് അയക്ക് കൊടുക്കുകയാണ്. ആ ചിത്രത്തിൽ അവൾ വരച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അത് അയക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അയാൾ ആ ചിത്രം എടുത്തിട്ട് അവിടുത്തെ ചുമരിലൊട്ടി ചോദിക്കുകയാണ്. ഈ സമയത്താണ് അവൾ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്. അല്ല അച്ഛാ, നമ്മുടെ ഭൂമിയിലല്ലാതെ മറ്റുള്ള ഗ്രഹങ്ങളിലൊന്നും ജീവൻ ഉണ്ടാവത്തില്ലേ? അതേക്കുന്ന അയാൾ പറയുന്നത് അതെനിക്ക് അറിയത്തില്ല മോളെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അപ്പൊ പിന്നെ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ പാഴാക്കി കളയുന്ന പോലെയല്ലേ എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. എല്ലിപ്പോൾ വളർന്നു വലുതായി. അവളുടെ ആഗ്രഹം പോലെ അവളിപ്പോൾ ജോലി ചെയ്യുന്നത് സേറ്റിയിലാണ്. ഈ സേറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏലിയൻസിനെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഏജൻസിയാണ്. അങ്ങനെ സമയം രാത്രി എല്ലി ഇപ്പം അവളുടെ ഓഫീസിലിരിക്കുകയാണ്. അവൾ അവിടെ ഇരുന്നിട്ട് സ്പേസിൽ നിന്ന് എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ അടുത്തായിട്ട് അവളുടെ ഒരു കൊളീഗ് നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് കെൻഡ് എന്നാണ്. ഇവന് കണ്ണ് കാണത്തില്ല, പക്ഷെ ഈ ഫീൽഡിൽ ആള് പുലിയാണ്. ഈ എല്ലിയെ സംബന്ധിച്ച് ഈ കെൻഡ് എന്ന് പറയുന്നത് അവൾക്കൊരു ബ്രദറിനെ പോലെയാണ്. കാരണം ഇവളുടെ കാര്യത്തിൽ അവൻ അത്രയ്ക്ക് സപ്പോർട്ടാണ്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 പേരും കൂടെ അങ്ങോട്ട് വന്നു. ഇവരെല്ലാവരും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഈ സമയത്താണ് അവൾ ഇവരെല്ലാവരും പരിചയപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലി ഇപ്പം ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരുത്തൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. ഇവന്റെ പേര് പാൽമർ. അവളെ പരിചയപ്പെടാൻ വന്നാണ്. ബേസിക്കലി ഇവനൊരു എഴുത്തുകാരനാണ്. ഈ സയൻസിലൊക്കെ ഇവന് നല്ല താല്പര്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവന് വിശ്വാസം ദൈവത്തിലാണ്. ആള് പള്ളിയിലച്ഛനാവാൻ വേണ്ടി സെമിനാരിയിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ അവിടുന്ന് ചാടി. ഇപ്പൊ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ അവർ നല്ല കൂട്ടായി. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു ചെറിയ കോമ്പസ് എടുത്തിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. എന്നാൽ അത് മേടിച്ചതിന് ശേഷം അവള് പറയുന്നത് എനിക്കിതിന്റെ ആവശ്യമില്ല, ഇത് നീ തന്നെ വെച്ചോ, ചിലപ്പോൾ ഒരുപക്ഷെ ഇത് നിന്റെ ജീവൻ രക്ഷിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അത് അവന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിനെയാണ്. ഈ ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ഈ തൊപ്പിക്കാരനെ കണ്ടില്ലേ? ഇയാളുടെ പേര് ഡേവിഡ് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സയൻസ് അഡ്വൈസറാണ് ഇയാൾ. ഈ സേറ്റി എന്ന ഏജൻസിക്ക് വേണ്ടി ബഡ്ജറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതും ഇയാളുടെ ജോലിയാണ്. അയാളിപ്പം സേറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അയാൾ അങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പോഴേക്കും എല്ലിയും അങ്ങോട്ട് ഓടിയെത്തി. ഈ സമയത്താണ് എല്ലിയും ഇയാളെ പരിചയപ്പെടുന്നത്. ഇയാളാണ് ഇതിനു വേണ്ടി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതെങ്കിലും ഈ ഏലിയൻസിന്റെ കാര്യത്തിൽ ഇയാൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. അങ്ങനെ സമയം രാത്രിയായി. അവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. കുറെ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ആ ആൾക്കാരുടെ അടുത്തൊക്കെ ഡേവിഡ് പറയുന്നത് എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്, ഈ ഏലിയൻസ് ഉണ്ട് എന്നതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അതിന്റെ പുറകെ പോകുന്നത് എന്നിങ്ങനെയുള്ള രീതിയിൽ ഈ പരിപാടിയെ അയാൾക്ക് താല്പര്യമില്ലാത്ത പോലെയാണ് അയാൾ ആ ഫംഗ്ഷനിൽ സംസാരിക്കുന്നത്. എന്നാൽ എല്ലിക്കാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും പാൽമറും അങ്ങോട്ടെത്തി. അവനെയും ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ പാൽമർ ഇപ്പം എല്ലിയെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവരിപ്പം അവിടെ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ഈ സമയം എല്ലിയാണെങ്കിൽ മുകളിലത്തെ നക്ഷത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതെന്താണ് സംഭവം എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ ചോദിക്കുന്നത്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എത്രാമത്തെ വയസ്സ് മുതലാണ് ഒരു ആസ്ട്രോണറ്റ് ആവണം എന്ന ആഗ്രഹം തോന്നിയത്? ഓ അതോ, എനിക്കൊരു 8 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം സൂര്യാസ്തമയം നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു ആ തിളങ്ങുന്ന നക്ഷത്രം ഏതാണെന്ന്. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു അതൊരു നക്ഷത്രമല്ല, അത് ശുക്രൻ എന്ന ഗ്രഹമാണെന്ന്. അത് പറഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിന് വീനസ് എന്ന പേര് കൊടുത്തത് എന്ന് മോക്കറിയോ? കാരണം അത് വളരെ ഭംഗിയുള്ളതും തിളങ്ങുന്നതുമായതുകൊണ്ടാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവളിപ്പോൾ പാൽമറിനോട് ചോദിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ശുക്രനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിനക്കറിയോ? അവിടെയുള്ളത് വിഷവാതങ്ങളും ആസിഡ് മഴയുമാണ്. ആ പേരിടുന്ന സമയത്ത് അവർക്ക് ആർക്കും അത് അറിയത്തില്ലായിരുന്നു. അച്ഛൻ അത് പറഞ്ഞ അന്ന് ഞാൻ തീരുമാനിച്ചു ഒരു ആസ്ട്രോണറ്റ് ആവണമെന്ന്. നിനക്കറിയോ, നമ്മുടെ മിൽക്കി വേയിൽ മാത്രം 4 ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട്. അതിൽ 10 ലക്ഷത്തിൽ 1 സൂര്യനെങ്കിലും ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ടെങ്കിൽ, അതിലെ 10 ലക്ഷത്തിൽ 1 ഗ്രഹത്തിലെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ ജീവനിൽ 10 ലക്ഷത്തിൽ 1 ഇന്റലിജന്റ് ലൈഫ് ആണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ലക്ഷക്കണക്കിന് സിവിലൈസേഷൻ ഉണ്ടാവും. അതേക്ക് അവൻ ചോദിക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിലോ, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ചുമ്മാ പാഴാക്കി കളയുന്ന പോലെ ആവത്തില്ലേ? അവൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കാരണം ഇതേ ഡയലോഗ് അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ അവൾ അവനൊന്ന് കിസ് ചെയ്യാണ്. ഇനി കാണിക്കുന്നത് എല്ലിയുടെ പാസ്റ്റാണ്. ഒരു ദിവസം രാത്രി അവൾ അവളുടെ വീടിന്റെ ടെറസിൽ നിൽക്കുകയാണ്. അവിടെ 2 ടെലിസ്കോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളിപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അതിലെ കുറെ വാൽനക്ഷത്രങ്ങൾ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾ അച്ഛനെ വിളിക്കുന്നുണ്ട് പുള്ളി കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നാൽ അച്ഛൻ അനക്കൊന്നും കാണുന്നില്ല. അതിനെ തുടർന്ന് അവൾ വേഗം താഴേക്ക് ഇറങ്ങി.
അവിടുത്തെ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ അച്ഛൻ അവിടെ മരിച്ചു കിടക്കുകയാണ്. അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ അവളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസമായി അച്ഛന്റെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവൾ വളരെ സങ്കടപ്പെട്ട് അവളുടെ വീടിന്റെ മുറ്റത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു പള്ളിയിലച്ഛൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ ഇപ്പോൾ അവളോട് പറയുന്നത്, മോളെ നീ വെറുതെ വിഷമിച്ചിരിക്കല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ പല കാര്യങ്ങളും നടക്കും, അങ്ങനെയാണ് നമുക്ക് ദൈവം വിധിച്ചത് എന്നങ്ങ് വിചാരിച്ചാൽ മതി. അയാൾ അത് പറയുമ്പോൾ അവള് മറുപടി പറയുന്നത്, വെറുതെ ഇതിൽ ദൈവത്തിന്റെ കാര്യമൊന്നും കൊണ്ടല്ലേ, കറക്റ്റ് സമയത്ത് ഞാൻ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്റെ അച്ഛനൊന്നും എന്റെ കൂടെ ഉണ്ടായേനെ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ എഴുന്നേറ്റ് പോയി. അങ്ങനെ അവൾ നേരെ പോകുന്നത് അവളുടെ റേഡിയോയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അതിൽ ഓരോ ഫ്രീക്വൻസി ഇട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എവിടെ നിന്നെങ്കിലും അവളുടെ അച്ഛൻ റിപ്ലൈ കൊടുക്കും എന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എവിടെ നിന്നും ഒരു റിപ്ലൈ ഒക്കെ കിട്ടിയില്ല. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ. അവൾ അവളുടെ ഓഫീസിലിരിക്കുകയാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ പുറത്തായിട്ട് ആ കെന്റ് നിൽക്കുന്നുണ്ട്. സാധാരണ ഇത്രയും നേരത്തെ അവൻ വരാറില്ല. അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ വല്ലാണ്ട് വിഷമിച്ചാണ് നിൽക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേവിഡ് ഉണ്ടല്ലോ, അയാൾ ഈ ഏജൻസി പൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനു വേണ്ടി മുടക്കാൻ അയാളുടെ അടുത്ത് പൈസ ഇല്ലാന്ന്. കെന്റിപ്പ് ആ കാര്യം പറയുമ്പോൾ അവൾക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൾ വേഗം അവളുടെ വണ്ടി എടുത്തിട്ട് ആ ഡേവിഡിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ അവൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ ഡേവിഡിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പറഞ്ഞു, നീ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയൻസിനെ കുറിച്ചല്ലേ, ഈ പ്രപഞ്ചത്തിൽ ഏലിയൻസ് ഉണ്ടോ എന്നതിനെ കുറിച്ച് 2 വസ്തുതകളാണുള്ളത്. അതിലൊന്ന് ഏലിയൻസ് ഉണ്ട്, പക്ഷെ അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ദൂരത്തിലാണ് അവരുള്ളത്. രണ്ടാമത്തെ വസ്തുത, ഈ പ്രപഞ്ചത്തില് വാതകങ്ങളും സംയുക്തങ്ങളും മാത്രമേ ഉള്ളൂ. ഈ 2 വസ്തുതകൾ കൊണ്ടും നമുക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഞാനിത് പൂട്ടിക്കെട്ടിയത്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് നീ വിചാരിച്ചാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ അവിടുന്ന് പോയി. അങ്ങനെ എല്ലി ഇപ്പം അവളുടെ റൂമിലേക്ക് എത്തി. അവളിപ്പോൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവൾ വേഗം കെന്റിനെ വിളിച്ചു. എന്നിട്ട് അവൾ പറയുന്നത്, നമുക്കൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് ഒരു ഫണ്ടറിനെ അറേഞ്ച് ചെയ്ത് മെക്സിക്കോയിലെ ഒബ്സർവേറ്ററി വാടകയ്ക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ തുടരാം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം അവൾ നേരെ പോകുന്നത് ഒരു ഫണ്ടറിനെ അന്വേഷിച്ചിട്ടാണ് ഒരു കമ്പനിയിലേക്ക്. ഹേഡൻ എന്ന പേരുള്ള ഒരു ബില്യനെയറുടെ കമ്പനിയാണിത്, ഹേഡൻ ഇൻഡസ്ട്രീസ്. അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ 3 ആൾക്കാർ അവിടുത്തെ കമ്മിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവർക്ക് അവളുടെ ആ പ്രൊജക്ടിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. ഈ ഒരു കാലഘട്ടത്തിലെ നമുക്ക് ഏലിയൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ സയൻസ് ഇപ്പം അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഞങ്ങൾ നോക്കിയിട്ട് ഏലിയൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം ന്യൂ മെക്സിക്കോയിൽ ഒബ്സർവേറ്ററി ആണ്. അവിടുത്തെ 27 റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നുള്ള ഏത് സ്ഥലത്തേക്കാളും കൃത്യമായിട്ട് ആകാശ നിരീക്ഷണം നടത്താൻ പറ്റും. അവിടെ വാടകയ്ക്ക് എടുക്കാനുള്ള സർക്കാരിന്റെ സമ്മതം ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് മുടക്കാൻ ഫണ്ടില്ല. അതിന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? അതേക്കുന്ന ഒരാൾ പറയുന്നത്, നിങ്ങളുടെ ഈ സംഭവമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ഇതുപോലുള്ള പരീക്ഷണങ്ങൾക്ക് കാശ് മുടക്കാറുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഇതിനെ സയൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സയൻസ് ഫിക്ഷൻ ആണ്. അതുകൊണ്ട് ഇതിന് കാശ് മുടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന എല്ലിക്കാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് പ്രാന്താണെന്നാണോ? എന്നാൽ ഇതിലും വലിയൊരു പ്രാന്ത് പണ്ട് 2 സഹോദരന്മാർ ചെയ്തതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത്. അന്ന് അതിന്റെ ഐഡിയ പറഞ്ഞപ്പം എല്ലാവരും അവർക്ക് പ്രാന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഇപ്പൊ ആൾക്കാർ പ്ലെയിനിൽ പോകുന്നില്ലേ? അതുപോലത്തെ എത്ര തരത്തിലുള്ള പ്ലെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ചന്ദ്രനിലേക്ക് നമ്മുടെ ആൾക്കാർ പോയില്ലേ? ചൊവ്വയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അങ്ങനെ എത്ര കണ്ടുപിടുത്തങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുക. ഏലിയൻസ് ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിരിക്കും. പക്ഷെ അവൾ അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തിട്ടും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അയാൾക്കൊരു കോള് വരുന്നത്. അയാൾ ആ ഫോണിൽ സംസാരിക്കുമ്പോൾ എല്ലി ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഒരു ക്യാമറയുണ്ട്. അതിൽ നിന്ന് ആരോ തങ്ങളെ കാണുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അയാൾ ആ ഫോൺ സംസാരിച്ചിട്ട് കട്ട് ചെയ്തതിനു ശേഷം പറയുന്നത്, നിങ്ങളുടെ ഈ പരിപാടിക്ക് ഫണ്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അയാളെ ഇപ്പോൾ വിളിച്ചത് അവരുടെ ബോസായ ഹേഡൻ ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. പക്ഷെ ആ ഹേഡനെ അവൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എങ്കിലും കിട്ടിയ ഗ്യാപ്പിൽ അവൾ ആ ക്യാമറ നോക്കിയിട്ട് അയാളുടെ അടുത്ത് താങ്ക്സ് പറയാണ്. എന്നിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. എല്ലി ഇപ്പം ആ മെക്സിക്കോയിൽ ഒബ്സർവേറ്ററിയിലാണുള്ളത്. അവൾ ഇപ്പോഴും സ്പേസിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഏലിയൻസ് ആണെന്ന് കരുതുന്ന ഒരു ശബ്ദം പോലും അവൾക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ അവൾ തിരിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോൾ ആ കെന്റ് അങ്ങോട്ട് വന്നു. ഇപ്പൊ അയാൾക്ക് പറയാനുള്ളതും ഒരു സങ്കടവാർത്തയാണ്. അതായത് ഇവരുടെ ഈ ഒരു കാര്യത്തിലും ആ ഡേവിഡ് ഇടപെട്ടു. 3 മാസത്തിനുള്ളിൽ ഈ പരിപാടി മൊത്തം നിർത്തണം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യമാണ് കെന്റ് ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും നിരാശയായി. എങ്കിലും അവൾ വിട്ടുകൊടുക്കുന്നില്ല. അയാളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഏറിപ്പോയി കഴിഞ്ഞാൽ ഈ ഫണ്ടറിനെ അങ്ങോട്ട് മാറ്റും, ഞാൻ വേറെ ഫണ്ടറിനെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളോട് നടന്നു. എന്നാൽ ഈ സമയം കെന്റ് അവളെ വിളിച്ചു. എൻ്റെ ആൾ പറയുന്നത്, നീ ഇനി എങ്ങോട്ട് പോയാലും അവസാനം ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഈ പരിപാടി നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നാണ് കെന്റ് പറയുന്നത്. കെന്റ് അവളെ മോട്ടിവേറ്റ് ചെയ്യാന്നല്ലാതെ ഇതുപോലൊരു കാര്യം അവൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ശരിക്കും അങ്ങോട്ട് തളർന്നുപോയി. അങ്ങനെ സമയം രാത്രി അവളിപ്പം ആ ഡിഷസിന്റെ അടുത്തിരിക്കുകയാണ്. ഇപ്പോഴും അവൾ ആ ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അവൾക്ക് അങ്ങനെ ശബ്ദമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഒരു ശബ്ദം വരുന്നത്. അത് കേട്ടതും അവൾ കണ്ണു തുറന്നു. അതുപോലൊരു ശബ്ദം അവൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
അതുകൊണ്ട് തന്നെ അത് ആ ഏലിയൻസുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അവൾ വേഗം തന്നെ ചാടി എഴുന്നേറ്റിട്ട് അവളുടെ വണ്ടിയുമായിട്ട് വേഗം ഓഫീസിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിക്ക് അവൾ വയർലെസ് എടുത്തിട്ട് അവിടുത്തെ ആൾക്കാരെ വിളിച്ച കാര്യം പറയുന്നുണ്ട്, ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. അവരാണെങ്കിൽ ഉടനെ തന്നെ അവരുടെ പണി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലി അവരുടെ അടുത്തേക്ക് എത്തി എന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പരിശോധനയിൽ 26 പ്രകാശവർഷം അകലെയുള്ള വേഗ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവരിപ്പോൾ ആ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ശബ്ദം നിന്നു പോകുന്നത്. അത് കാണുമ്പോൾ അവർക്ക് നിരാശയായി. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ ശബ്ദം പിന്നെയും വന്നു. എന്നാൽ ഇത്തവണ വന്നത് ആ ശബ്ദം കൗണ്ട് ചെയ്യുന്ന പോലെയാണ്. ആദ്യം 2 തവണ വന്നു, പിന്നെ 3 തവണ വന്നു, പിന്നെ 5 തവണ വന്നു, പിന്നെ 7 തവണ വന്നു. അത് കൗണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പം അവർ ആ നമ്പറുകളൊക്കെ എഴുതി വെച്ചു. അതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യകളെ ഒന്നുകൊണ്ടോ അല്ലെങ്കിൽ അതേ സംഖ്യ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ബുദ്ധിപരമായിട്ടൊക്കെ ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്റലിജന്റ് ലൈഫ് തന്നെയാണ് എന്ന കാര്യമൊക്കെ ഉറപ്പായി. പക്ഷെ ഇതിപ്പോൾ പുറത്ത് പറയാൻ പറ്റത്തില്ല. അവളുടെ നിഗമനം തെറ്റാണെങ്കിൽ ശരിക്കും നാണം കെട്ടുപോകും. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള ഒരാളെ വിളിച്ചു. അങ്ങനെ അയാൾ ചെക്ക് ചെയ്തിട്ട് പറയുന്നതും ഇത് വേഗയിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾക്കിപ്പോൾ ധൈര്യമായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൾ ഗവൺമെന്റിന്റെ മുഴുവൻ ആൾക്കാരെയും അങ്ങോട്ട് വിളിച്ചു വരുത്തി. ആ കൂട്ടത്തിൽ പട്ടാളക്കാരും ഉണ്ടായിരുന്നു, പിന്നെ കുറെ പത്രക്കാരും ഉണ്ടായിരുന്നു. പത്രക്കാരെല്ലാം ഇപ്പൊ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏലിയൻസുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു എന്ന്. അങ്ങനെ അവരുടെ ഓഫീസിലേക്ക് എത്തി അവർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ പട്ടാള മേധാവി ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ ഏലിയൻസ് ഒക്കെ അത്രയ്ക്ക് ഇന്റലിജൻസ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ നമ്പേഴ്സ് വെച്ച് കളിക്കുന്നത്? അവർക്ക് നേരിട്ട് ഇംഗ്ലീഷ് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്നാണ് അയാളുടെ ചോദ്യം. അതേക്ക് നെല്ലി പറയുന്നത് ഈ യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ആണ്, അതുകൊണ്ടാണ് അവർ പ്രൈം നമ്പേഴ്സിന് മെസ്സേജ് അയച്ചത്. അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ഡേവിഡ് ചോദിക്കുന്നത്, അപ്പൊ അവര് നിനക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു എന്നാണ് നീ പറഞ്ഞു വരുന്നത്? ഇന്നലെ മെസ്സേജ് അയച്ചു എന്നല്ല, ഈ വേഗ എന്ന് പറയുന്ന നക്ഷത്രം 26 പ്രകാശവർഷം അകലെയാണ്. അതുകൊണ്ട് ആ മെസ്സേജ് ഇങ്ങോട്ട് അയച്ചിട്ട് ഇപ്പം 26 വർഷമായി കാണും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് പിന്നെ ഒരു മെസ്സേജ് വരുന്നത്. അവരത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂടുതലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരതൊക്കെ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അതൊരു വീഡിയോ ഫുട്ടേജ് ആണ്. 1936 ജർമ്മനിയിൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ഹിറ്റ്ലർ സംസാരിച്ചൊരു വീഡിയോ ആണ്. ഇതും കൂടെ കാണുമ്പോൾ ഏലിയൻസ് ഉണ്ട് എന്ന കാര്യം ഇപ്പം എല്ലാവർക്കും ഉറപ്പായി. അങ്ങനെ ഒരു വേഗം പ്രസിഡന്റിന്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഹിറ്റ്ലറിന്റെ വീഡിയോ ഏലിയൻസ് അങ്ങോട്ട് അയച്ചു എന്ന് പറയുമ്പോൾ വൈസ് പ്രസിഡന്റിന് ടെൻഷനായി. കാരണം ഹിറ്റ്ലറിന്റെ വീഡിയോ ആണല്ലോ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏലിയൻസ് ഉദ്ദേശിക്കുന്നത് നമ്മളെ കീഴ്പ്പെടുത്തുന്നതാണോ എന്നാണ് അവരുടെ ഡൗട്ട്. ഇനി കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനമാണ്. അങ്ങനെ ആ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലിക്കിപ്പം കെന്റിന്റെ ഒരു മെസ്സേജ് വരുന്നത്. അതിനെ തുടർന്ന് അവളിപ്പോൾ അവന് വീഡിയോ കോൾ വിളിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹിറ്റ്ലറിന്റെ വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ കൂടെ മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. അതവർ ചെക്ക് ചെയ്തപ്പം അതിൽ കുറെ കോഡുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ആ കാര്യമൊക്കെ കെന്റി പാവക്ക് ആ കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തു. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൾ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റിനും ടീമിനും ആ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ആ കോഡുകളൊക്കെ 63,000 പേജുകളിലാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ ആ പേജുകളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ അവർക്ക് അതങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതായത് ആ കോഡുകളൊക്കെ ഡീകോഡ് ചെയ്യാൻ ഒരു കീ വേണം. ഈ കാര്യങ്ങളൊക്കെയാണ് അവളിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്. അതെന്താണ് സംഭവം എന്നറിയാത്തതുകൊണ്ട് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. എങ്കിലും അതിന്റെ പുറകെ പോവാം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ ആ ഒബ്സർവേറ്ററിയുടെ അടുത്തായിട്ട് ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്. അതിൽ കുറെ ആൾക്കാർ ഇത് ദൈവികമായിട്ടുള്ള എന്തോ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് വന്നവരാണ്. എന്നാൽ കുറെ ആൾക്കാരാണെങ്കിൽ ഇതിനെ എതിർക്കാൻ വന്നവരാണ്. ഇപ്പൊ എല്ലി അതിൽ വരുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത മുടിക്കാരൻ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഇതിനെ എതിർക്കുന്നവനാണ് അവൻ. ഇപ്പൊ അവളെ കാണുമ്പോൾ ആ വെളുത്ത മുടിക്കാരൻ അവൾക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെയായിട്ടും ആ പേജുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് അവർക്ക് ആ കോഡുകളൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവരതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ജോലി കഴിഞ്ഞിട്ട് എല്ലി അവളുടെ വീട്ടിലേക്ക് എത്തി. ഈ സമയം അവൾ നോക്കുമ്പോൾ അവളുടെ കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് വന്നു. എനിക്ക് നിങ്ങളുടെ ഒരു സീക്രട്ട് അറിയാം എന്നതിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ആ കോഡുകളൊക്കെ അവൾക്ക് അയച്ചിട്ടുമുണ്ട്. അതിൽ നിന്നും അവരുടെ സെർവർ ആരോ ഹാക്ക് ചെയ്തു എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണ് എന്നാണ് അവൾ തിരിച്ചു മെസ്സേജ് അയക്കുന്നത്. ഈ സമയത്താണ് ഒരു കോള് വരുന്നത്. ആ മെസ്സേജ് അയച്ച ആളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അയാൾ പറയുന്നത് നമുക്ക് ഉടനെ തന്നെ മീറ്റ് ചെയ്യണമെന്നാണ്. അയാൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവൾക്കൊരു ഫാക്സ് വന്നു. അവളത് എടുത്തു നോക്കുമ്പോൾ അവർ മീറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പോൾ അവൾ ആ ലൊക്കേഷനിലേക്ക് എത്തി. അവൾ നോക്കുമ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ജെറ്റ് കാണുന്നുണ്ട്. അതിനകത്തേക്കാണ് ഒരാളിപ്പം അവൾ വിളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അവൾ കാണുന്നത് അവളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഫണ്ട് ചെയ്ത ആ ഹേഡൻ ഇൻഡസ്ട്രീസിന്റെ മുതലാളിനെയാണ്. ഹേഡൻ ഇയാൾക്ക് അങ്ങനെ ഭൂമിയിൽ നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എപ്പോഴും പറന്നു നടക്കും. അയാളിപ്പോൾ അവൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏലിയൻസ് അവൾക്ക് അയച്ചു കൊടുത്ത ആ കോഡുകളുണ്ടല്ലോ, അത് അയാൾ ഡീകോഡ് ചെയ്തു. ഇവക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവൾ ശരിയായ രീതിയിലല്ല ആ പേജ് ചെക്ക് ചെയ്തത്. അതൊരു 3 ഡയമെൻഷനിലായിരുന്നു ചെക്ക് ചെയ്യേണ്ടത്. അത് അയാൾ മനസ്സിലാക്കിയിട്ട് ആ കോഡ് ഡീകോഡ് ചെയ്യാനുള്ള ഒരു കീ അയാൾ കണ്ടെത്തി. അതാണ് അയാൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അവൾ ഉടനെ തന്നെ അവളുടെ ടീമിന്റെ അടുത്തേക്ക് എത്തി. എന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അവൾ ആ കോഡുകളൊക്കെ ഡീകോഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് അവൾക്ക് കിട്ടിയത്
ഒരു സ്പേസ് ഷിപ്പിന്റെ പാർട്സും അതെങ്ങനെ ഉണ്ടാക്കണം എന്നതിന്റെ ഡീറ്റെയിൽസുമാണ്. അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നടക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. ഈ പ്രസിഡന്റിന്റെ അഡ്വൈസ് ടീമിലുള്ള കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ പകുതി പേര് ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നീട് ഇവർക്ക് പ്രശ്നം വരുമോ എന്നാണ് അവരുടെ പേടി. എന്നാൽ കുറച്ച് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യണം എന്ന ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ പാൽമർ അങ്ങോട്ട് വരുന്നത്. അന്ന് അവൾ അവിടുന്ന് പോകുന്നതിന് ശേഷം ഇന്നാണ് അവിടെ അവനെ കാണുന്നത്. ഇപ്പം ഈ പാൽമറും പ്രസിഡന്റിന്റെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സമയം രാത്രി അവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലിയും പോകുന്നുണ്ട്. അതിൽ അവളങ്ങോട്ട് ചെല്ലുമ്പം ആ ബിൽഡിങ്ങിന്റെ മുമ്പിലായിട്ട് നേരത്തെ കണ്ട ആ വെളുത്ത തലമുടിക്കാരനുണ്ടല്ലോ, ഇതിനൊക്കെ എതിർക്കുന്നവൻ, അവൻ ഇപ്പോഴും അവിടെ കിടന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത നോട്ടമാണ് അവൻ അവളെ നോക്കുന്നത്. അവളും ഇത് ശ്രദ്ധിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ പാർട്ടി നടക്കുന്നതിനിടയിൽ പാൽമർ ഇപ്പം എല്ലിയും വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവരവിടെ നിന്നിട്ട് സംസാരിക്കുമ്പോഴാണ് എല്ലി അവൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നീ ഭയങ്കര ദൈവവിശ്വാസിയല്ലേ? എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണല്ലോ നീ പറയുന്നത്. അപ്പം ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ സർവ്വശക്തനായ ദൈവം ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് തെളിവുകളൊന്നും ബാക്കി വെച്ചിട്ടില്ല എന്നാണോ? അതോ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ലാന്ന് തോന്നാൻ വേണ്ടി മനുഷ്യർ തന്നെ ദൈവത്തിന് സൃഷ്ടിച്ചതാണെന്നാണോ? എന്താണ് നിന്റെ വിശ്വാസം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ദൈവമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ഒരു ലോകത്തിൽ എനിക്ക് ജീവിക്കേണ്ട. അവൻ അത് പറയുമ്പോൾ, എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു സയന്റിസ്റ്റാണ്. എന്ത് കാര്യം ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തെളിവുകൾ വേണം. ദൈവമുണ്ട് എന്നതിനൊരു തെളിവില്ല, അതുകൊണ്ട് എനിക്ക് അതിലൊരു വിശ്വാസവും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം അവൻ ചോദിക്കുന്നത്, അപ്പം നിനക്ക് തെളിവ് വേണമല്ലേ? നിനക്ക് നിന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമല്ലേ? അത് നിനക്കൊന്ന് തെളിയിക്കാൻ പറ്റും? ആ ഒരു ചോദ്യം അവന്റെ ഭാഗത്തുനിന്ന് കേട്ടപ്പം അവർക്ക് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഇവരകത്തേക്ക് വിളിപ്പിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏലിയൻസ് അയച്ചു കൊടുത്ത ആ സ്പേസ് ഷിപ്പിന്റെ പാർട്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അവർ ആ ഡിസൈൻ പൂർത്തിയാക്കി. എന്നാൽ സാധാരണ രീതിയിലുള്ള ഒരു സ്പേസ് ഷിപ്പ് അല്ലത്. അത് റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഒരാൾക്ക് മാത്രമേ അതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലി ഇപ്പം ആ പ്രസിഡന്റിന്റെ റൂമിന്റെ പുറത്തായിട്ട് വെയിറ്റ് ചെയ്യാണ്. അവിടെ അകത്തായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട്. അത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവൾ. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ പാൽമർ വെളിയിലേക്ക് എത്തി. അവനിപ്പോൾ അവളോട് പറയുന്നത്, എന്തായാലും ആ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനകത്ത് ഒരാൾക്കല്ലേ പോകാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെയാണ് വിടേണ്ടത്. കാരണം ഇത് നിന്റെ കണ്ടുപിടുത്തമാണല്ലോ. എന്നാൽ ഒരുപാട് ആൾക്കാർ ഇതിൽ പോകാൻ ആഗ്രഹം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് സെലക്ട് ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീ പേടിക്കണ്ട, ആ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്. അങ്ങനെ ആ ഇന്റർവ്യൂ ചെയ്തിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ഞാനും ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഡേവിഡ് അങ്ങോട്ട് വരുന്നത്. ഡേവിഡ് ഇപ്പോൾ അവളോട് പറയുന്നത്, നോക്കല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് അയാൾ അപ്പുറത്തേക്ക് പോയി. അയാൾ അങ്ങനെ പറഞ്ഞപ്പം അവൾക്ക് ഡൗട്ടായി. അതുകൊണ്ട് അവളിപ്പോൾ പാൽമറിന്റെ അടുത്ത് പറയുന്നത്, നീ ആ ഡേവിഡിനൊന്ന് ശ്രദ്ധിച്ചേക്കണേ, അവനും നിന്റെ കമ്മിറ്റിയിലുള്ളതാണ്. ഒരു കാരണവശാലും ആ കമ്മിറ്റി അവന്റെ നിയന്ത്രണത്തിലാവാതെ നീ വേണം നോക്കാൻ എന്നാണ് അവൾ പറയുന്നത്. ഇല്ലേ, അയാളിപ്പോൾ കമ്മിറ്റിയിലില്ല, അയാൾ രാജിവെച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ സ്പേസ് ഷിപ്പിൽ പോകാനുള്ള ഇന്റർവ്യൂവിൽ അയാളും പങ്കെടുക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾക്ക് ടെൻഷനായി. അയാൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇനി മുൻഗണന അയാൾക്കെങ്ങാനും പോവോ എന്ന പേടിയാണ് അവൾക്ക്. അങ്ങനെ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തു. മൊത്തം 10 പേരാണ്. ഈ നീല ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, ഇവരാണത്. അങ്ങനെ ആ സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പാൽമർ എല്ലിയും കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് പാൽമർ അവളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഈ മെഷീൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് സഞ്ചരിക്കാൻ പോകുന്നത് പ്രകാശവേഗതയിലായിരിക്കുമല്ലോ. കാരണം പ്രകാശവേഗതയിൽ പോയി കഴിഞ്ഞാലല്ലേ പെട്ടെന്ന് ആ വേഗ എന്ന് പറയുന്ന നക്ഷത്രത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമ്പോൾ നിനക്ക് 4 വയസ്സല്ലേ കൂടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെയാണെങ്കിലോ 50 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നീ സ്നേഹിക്കുന്ന എല്ലാവരും മരിച്ചിട്ടുണ്ടാവത്തില്ലേ, ഈ ഞാനടക്കം. അതുകൊണ്ട് നിനക്കിതിൽ പോവാതിരുന്നൂടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ അവൾ അതിന് സമ്മതം പറയുന്നില്ല. അവൾക്ക് പോകണം എന്നാണ് ആഗ്രഹം. ഇനി കാണിക്കുന്നത് എല്ലിയുടെ ആ ഇന്റർവ്യൂ ആണ്. അവളുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരാളിപ്പോൾ ചോദിക്കുന്നത്. നീ ഇപ്പോൾ ആ ഏലിയൻസിന്റെ അടുത്തേക്ക് എത്തിയെന്ന് വിചാരിക്കാം. അവർ നിന്നോട് പറയുന്നത് നിനക്കൊരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ അവസരമുള്ളൂ എന്നാണ്. അങ്ങനെ വരുമ്പോൾ നീ എന്ത് ക്വസ്റ്റ്യൻ ആണ് അവരോട് ചോദിക്കുക? അതേക്ക് അവൾ പറയുന്നത്, അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ അവരുടെ ടെക്നോളജിയെ കുറിച്ചായിരിക്കും ചോദിക്കുക എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ആ ഒരു മറുപടിയിൽ എല്ലാവരും ഇംപ്രസ്ഡ് ആയി. അവൾക്ക് സെലക്ഷൻ കിട്ടും എന്ന് ഏകദേശം ഉറപ്പാണ്. എന്നാൽ ഈ സമയത്താണ് അവിടെ ഇരിക്കുന്ന പാൽമർ അവൾക്കൊരു പണി കൊടുക്കുന്നത്. അവനിപ്പോൾ അവളോടൊരു ചോദ്യം ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതേക്കുന്ന അവള് പഴയ മറുപടി തന്നെയാണ് പറയുന്നത്, തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ആ ഒരു മറുപടി അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരാളിപ്പോൾ പറയുന്നത്, ഈ ലോകത്തിലെ 95% ആൾക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല? അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൾക്കതിന് പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അവളിപ്പം അവളുടെ റൂമിലേക്ക് എത്തി. അവൾക്ക് വല്ലാത്തൊരു നിരാശയുണ്ട്. എന്തായാലും അവൾ അതിൽ സെലക്ട് ആവത്തില്ല. ഈ സമയത്താണ് അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നത്. അതിൽ പറയുന്നത് ഡേവിഡിനെ ആ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി സെലക്ട് ചെയ്തെന്നാണ്. അങ്ങനെ അത് കണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പാൽമർ അവളുടെ റൂമിലേക്ക് വരുന്നത്. അവനെ കണ്ടതും അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്താവശ്യം ഉണ്ടായിരുന്നു എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ എന്നാണ് അവളുടെ ചോദ്യം. അവൾ അത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, നമ്മൾ മനുഷ്യരാശിയെ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കാനാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നീ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവനെതിരെ മറുപടി പറയുന്നത്.
അത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. അത് അവൾക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെ ആ സ്പേസ് ഷിപ്പിന്റെ പണിയൊക്കെ തീർന്നു. നമ്മൾ ആ ഡിസൈനിൽ കണ്ട പോലെ തന്നെ റൗണ്ട് ഷേപ്പിലാണ് അതിരിക്കുന്നത്. അവരിപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ആ മെഷീൻ്റെ അകത്തായിട്ട് ഒരു റോബോട്ടിന് വെച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്നൊരു ടൈപ്പല്ല. അതിനകത്തേക്ക് ആളെ കയറ്റി അത് ഓണാക്കി കഴിഞ്ഞാൽ അതിന്റെ വളയങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് അയാൾക്ക് എന്താണ് സംഭവിക്കുക എന്ന കാര്യം ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ ആ റോബോട്ടിന് വെച്ചിട്ട് ആ ടെസ്റ്റ് നടത്തുന്നത്. ഇതേസമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് അവരുടെ കൺട്രോൾ റൂമിലായിട്ട് എല്ലിയും നിൽക്കുന്നുണ്ട്. ഈ സമയം ഡേവിഡ് ആണെങ്കിൽ ആ മെഷീൻ്റെ അകത്താണുള്ളത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. അങ്ങനെ അവർ ആ മെഷീൻ ഓണാക്കി അതിനെ തുറന്ന് അതിന്റെ വളയങ്ങൾ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. എന്നാൽ ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ ക്യാമറയിലായിട്ട്, അതായത് നേരത്തെ കണ്ട ആ വെളുത്ത തലമുടിക്കാരനുണ്ടല്ലോ, അവൻ ആ സ്പേസ് ഷിപ്പിന്റെ അകത്തുണ്ട്. അവൻ അങ്ങോട്ട് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഡൗട്ടായി. ആ കാര്യം അവൾ ഉടനെ തന്നെ ഡേവിഡിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഡേവിഡ് ബാക്കി എല്ലാവരെയും വിളിച്ചിട്ട് ആ വെളുത്ത തലമുടിക്കാരനെ പിടിച്ചു. എന്നാൽ ഈ സമയത്താണ് അവൻ അവന്റെ കയ്യിലെ ഒരു റിമോട്ട് ഓണാക്കുന്നത്. അവൻ അതിനകത്തൊരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ റിമോട്ട് ഓണാക്കിയതും ആ ബോംബ് പൊട്ടിത്തെറിച്ചു. അതിൽപ്പെട്ട് ആ മെഷീൻ പൂർണ്ണമായിട്ട് തകർന്നു പോവാണ്. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ബാക്കി എല്ലാവരും. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പം എല്ലിപ്പം അവളുടെ ഓഫീസിലേക്ക് എത്തി. ഇപ്പൊ അവിടെ ടി-വിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട്. അതിൽ ആ ഡേവിഡിന്റെ ഫ്യൂണറലിനെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല ആ വെളുത്ത തലമുടിക്കാരനുണ്ടല്ലോ, അവൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ അതിൽ കാണിക്കുന്നത്. അതിലവൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം അവൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തി. ഈ സമയത്താണ് അവൾക്കൊരു വീഡിയോ കോൾ വരുന്നത്. അത് റഷ്യയുടെ ഒരു സ്പേസ് സ്റ്റേഷനിൽ നിന്നും. അത് വിളിച്ചിരിക്കുന്നത് ആ ഹേഡൻ ആണ്. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമായി. നിങ്ങൾ എന്തിനാണ് ഈ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് അയാൾ പറയുന്നത്, എനിക്ക് ക്യാൻസർ ആണ്, എനിക്ക് അധിക കാലം ഇനി ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല, എങ്കിലും കുറച്ചുകൂടെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പേസിലേക്ക് പോകുന്നത്. ഇതൊന്നും പറയാനല്ല ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ കാരണം നീ വളരെ വിഷമത്തിലാണ് എന്ന കാര്യം എനിക്കറിയാം. എന്നാൽ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിനക്കറിയാലോ, എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ടാണ് ആ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കിയത്. അതാണെങ്കിൽ നശിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു സ്പേസ് ഷിപ്പും കൂടെ പണിതിട്ടുണ്ട്. എന്നാൽ ആ കാര്യം ആർക്കും അറിയത്തില്ല. ആ സ്പേസ് ഷിപ്പ് പണിതിരിക്കുന്നത് ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ്. അതാരും അധികം കാണാത്ത ഒരു ദ്വീപിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിൽ പോകാൻ ഒരാളെ ഞങ്ങൾക്ക് വേണം. അതിന് നിന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അയാൾ ആ കാര്യം പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഉടനെ തന്നെ അവരവളെ ഒരു ഷിപ്പിലേക്ക് എത്തിച്ചു. അവളിപ്പോൾ ആ ഷിപ്പിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. കുറച്ച് ആൾക്കാർ അതെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അവൾ പറയുന്നത്, ഇതെല്ലാം ഒക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ സ്പേസ് ഷിപ്പ് കണ്ടു. ആ ഡിസൈനിലുള്ളത് പോലെ അല്ലല്ലോ നിങ്ങൾ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്തിനാണ് ഒരു സീറ്റൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് ഒരാൾ പറയുന്നത്, ആ ഏലിയൻസ് അയച്ചു തന്ന ഡിസൈന് നമ്മളെ സംബന്ധിച്ചിട്ട് തീരെ സേഫ്റ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ട് നിന്റെ സേഫ്റ്റിക്കാണ് ആ ചെയർ ഞങ്ങൾ സെറ്റ് ചെയ്തത് എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം വേറൊരാൾ അവൾക്ക് ചെറിയൊരു ക്രിസ്റ്റൽ കൊടുത്തു, ഒരു ടെസ്റ്റ് ട്യൂബിലായിട്ട്. എന്നിട്ട് അയാൾ പറയുന്നത്, ഇത് വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്പേസ് യാത്രയ്ക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും ഞങ്ങളിത് കൊടുക്കാറുണ്ട്. നീ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ ക്രിസ്റ്റൽ ഉപയോഗിക്കാം. അപ്പൊ പിന്നെ നിനക്ക് വേദന ഇല്ലാണ്ട് മരിക്കാൻ പറ്റും. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അവളിപ്പോൾ അവളുടെ റൂമിലിരിക്കുകയാണ്. ഈ സമയത്താണ് പാൽമർ അങ്ങോട്ട് വരുന്നത്. അവനങ്ങോട്ട് വരും എന്ന കാര്യം അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നല്ല. ഇപ്പൊ അവൻ അവളോട് പറയുന്നത്, അന്ന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ടാണ്. ഇപ്പൊ എന്തായാലും നീ പോവല്ലേ, പക്ഷെ ഉറപ്പായിട്ടും നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അവൻ അന്ന് കൊടുത്ത ആ കോമ്പസ് അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അതിന് തുറന്ന് അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഉടനെ തന്നെ ആ സ്പേസ് ഷിപ്പ് ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അതിനുവേണ്ടി അവൾ ആ ഗോളത്തിനകത്തേക്ക് കയറ്റി അവിടുത്തെ സീറ്റിലിരുത്താണ്. ഈ സമയം അവൾക്കൊരു ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിലായിട്ടൊരു ക്യാമറയും. ഇപ്പൊ അവൾ കാണുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾക്കാർക്കും കാണാൻ പറ്റും. മാത്രമല്ല അവൾ സംസാരിക്കുന്നതും ആ ഹെഡ്സെറ്റിൽ റെക്കോർഡാവും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവർ ആ മെഷീൻ ഓണാക്കി. എന്നാൽ അത് ഓണാക്കി കഴിയുമ്പോഴാണ് കൺട്രോൾ റൂമിലെ TV ഒക്കെ കട്ടായി പോകുന്നത്. പിന്നീട് അവർ ആ സ്പേസ് ഷിപ്പിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ശക്തമായിട്ടുള്ളൊരു പ്രകാശമാണ്. പ്രകാശം വരുന്നോണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നത് എന്ന കാര്യം അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഈ സമയം എല്ലിയിരിക്കുന്ന ഭാഗം നേരെ താഴേക്ക് വീണു. പക്ഷെ അവൾ നോക്കുമ്പോൾ അവളൊരു വേം ഹോളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും നല്ല വേഗതയിൽ. ഈ സമയം അവൾ കാണുന്ന കാര്യങ്ങളൊക്കെ അവൾ ആ ഹെഡ്സെറ്റിലൂടെ അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ കുറെ നേരം സഞ്ചരിച്ച് അവൾ ആ വേം ഹോളിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ ആ വേഗ എന്നു പേരുള്ള ആ നക്ഷത്രത്തിനെ അവൾ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. അവൾ അത് നോക്കി നിൽക്കുമ്പോഴാണ് അവൾ പിന്നെയും മറ്റൊരു വേം ഹോളിന്റെ അകത്തേക്ക് കയറുന്നത്. അതിലൂടെയും അവൾ കുറേ ദൂരം മുന്നോട്ട് പോയി. അങ്ങനെ ആ വേം ഹോളിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അവൾ കാണുന്നത് ആകാശത്തായിട്ട് 4 നക്ഷത്രങ്ങളാണ്. മാത്രമല്ല താഴെയായിട്ട് ഒരു ഇന്റലിജൻസ് ലൈഫിന്റെ ഒരു ഗ്രഹം അവൾ കാണുന്നുണ്ട്. അങ്ങനെ അവൾ അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ മുകളിലേക്ക് വലിയുന്നത്. അവൾ പിന്നെയും മറ്റൊരു വേം ഹോളിന്റെ അകത്തേക്ക് കയറി. എന്നാൽ ഇത്തവണ അവൾ ഇരിക്കുന്ന ആ ചെയർ വല്ലാണ്ട് കുലുങ്ങുന്നുണ്ട്. മാത്രമല്ല അവൾ നോക്കുമ്പോൾ പാൽമർ അവൾക്ക് കൊടുത്ത ആ കോമ്പസ് ഉണ്ടല്ലോ, അതിപ്പോൾ വായുവിലേക്ക് ഉയർന്നു. അത് കണ്ടതും അവൾ വേഗം സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് ആ കോമ്പസ് ചെന്ന് പിടിക്കുകയാണ്. ഈ സമയം അവളും അവിടെ ഫ്ലോട്ടായിട്ടാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് ആ ചെയർ പൊട്ടി വീഴുന്നത്. അതോടുകൂടെ ആ കുലുക്കമൊക്കെ നിന്നു.
എന്നാൽ അടുത്ത സെക്കൻഡിൽ കാന്തം പിടിച്ച് വലിക്കുന്ന പോലെ ആ ചെയർ മുകളിലേക്ക് തെറിച്ചു പോവാണ്. ഇപ്പൊ അവൾ ആ ചെയറിൽ ഇരുന്നിരുന്നെങ്കിൽ അവളുടെ പണി തീർന്നേനെ. ഇതുകൊണ്ടൊക്കെയാണ് ആ ഡിസൈനിൽ ചെയർ വെക്കാതിരുന്നത് എന്ന കാര്യം മനസ്സിലായി. പിന്നീട് അവൾ കാണുന്നത് പ്രപഞ്ചത്തിലെ മനോഹരമായ ഒരു കാഴ്ചയാണ്. വളരെ അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൾ. എന്നാൽ അതിനിടയിൽ എപ്പോഴോ അവളുടെ ബോധം പോയി. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ നിൽക്കുന്ന ഒരു ബീച്ചിലാണ്, വളരെ മനോഹരമായ ഒരു ബീച്ചിൽ. ഇതേപോലൊരു ബീച്ചിന്റെ ചിത്രമാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ അവൾ അവളുടെ അച്ഛന് വരച്ചു കൊടുത്തത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ നോക്കി നിൽക്കുമ്പോഴാണ് ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നത്. അയാളെ കണ്ടതും അവൾ അത്ഭുതപ്പെട്ടു പോയി. അത് അവളുടെ അച്ഛനായിരുന്നു. അച്ഛനെ കണ്ടതും അവൾ വേഗം ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്നാൽ പിന്നീട് അവൾക്ക് മനസ്സിലായി അത് അവളുടെ അച്ഛനല്ല, അത് ആ ഏലിയനാണ്. ഇവക്ക് ബോധം പോയ ആ സമയത്ത് ഇവളുടെ മെമ്മറിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡൗൺലോഡ് ചെയ്തു. അത് ചെക്ക് ചെയ്തപ്പം ഇവളോട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യം ഇവളുടെ അച്ഛന്റെ രൂപമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഏലിയൻ ഇപ്പോൾ അവളുടെ അച്ഛന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്തു. ഈ സമയം അയാൾ താഴേക്ക് ഇരുന്നിട്ട് അവിടുന്ന് കുറച്ച് മണ്ണ് വാരിയെടുത്തു. അപ്പോൾ അവൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വിളിച്ചതെന്നാണ്. അതേക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ, നിങ്ങളല്ലേ ഞങ്ങളെ വിളിച്ചത്, ഞങ്ങളത് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറെ ആളുകളുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെ, വേറെ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ മണ്ണ് അവൾക്ക് കാണിച്ചു കൊടുത്തു. അതിൽ കുറച്ച് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ അപ്പോൾ അവരെല്ലാം നിങ്ങളുണ്ടാക്കിയ ആ വേം ഹോളുകൾ കൂടെയാണോ ഇവിടേക്ക് എത്തിയത്? നീ വിചാരിക്കുന്ന പോലെ ഞങ്ങളല്ല ആ വേം ഹോൾ ഉണ്ടാക്കിയത്. അതാരാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നതിന് ഒരുപാട് കാലം മുമ്പേ അവരിവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ എപ്പോഴെങ്കിലും അവർ മടങ്ങി വന്നേക്കും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന എല്ലാ സംസ്കാരങ്ങളും ഇവിടെ വരാറുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ വരാറില്ല. അപ്പം പിന്നെ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇതെന്തെങ്കിലും ടെസ്റ്റാണോ? ടെസ്റ്റോ? അങ്ങനെ ടെസ്റ്റൊന്നുമല്ല. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് പഠിച്ചു. നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവവർഗമാണ്. നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാനും പേടിപ്പിക്കുന്ന ദുസ്വപ്നങ്ങൾ കാണാനും പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണെന്നോ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടെന്നൊക്കെയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ ഇത്രയും നാളത്തെ അന്വേഷണങ്ങളിൽ കണ്ടെത്തലുകളിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരേ ഒരു കാര്യമാണ്. ഈ ഒരു ശൂന്യത ഒരല്പമെങ്കിലും സഹിക്കാനാവുന്നത് ഈ പ്രപഞ്ചത്തിൽ വേറെയും ആൾക്കാരുണ്ട് എന്നറിയുമ്പോഴാണ്. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാനാ? നീ കാണേണ്ടതൊക്കെ കണ്ടില്ലേ, ഇനി നീ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ. തിരിച്ചു പോകാനോ? ഇപ്പോഴോ? അത് പറ്റില്ല. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അവൾ അത് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. സമയമാകുമ്പോൾ നിങ്ങൾ അടുത്ത ചുവടും വയ്ക്കും. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങിയാലേ വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അത്രയും പറഞ്ഞിട്ട് അയാൾ അവൾക്കൊരു ഉമ്മ കൊടുക്കുകയാണ്. എൻ്റെ അയാളൊന്ന് മുകളിലേക്ക് നോക്കി. ഈ സമയം അവളും മുകളിലേക്ക് നോക്കി. അപ്പോൾ അവൾ കാണുന്നത് ആകാശത്തിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ അതൊക്കെ നോക്കി ഇന്ന് അടുത്ത സെക്കൻഡിൽ അവൾ അവിടെ നിന്ന് തെറിച്ചു. പിന്നീട് കാണുന്നത് അവൾ ആ മെഷീന്റെ ഗോളത്തിൽ നേരെ കടലിലേക്ക് വീഴുന്നതാണ്. അങ്ങനെ അവൾ താഴേക്ക് വീണ് കഴിഞ്ഞപ്പോഴേക്കും കൺട്രോൾ റൂമിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ അവളുമായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടി. അങ്ങനെ അവർ ഉടനെ തന്നെ അവളെ ആ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. കാരണം അവളെ സംബന്ധിച്ചിട്ട് അവളിപ്പോൾ പോയിട്ട് 18 മണിക്കൂറായി. എന്നാൽ അവർക്കാണെങ്കിൽ സെക്കൻഡുകൾ മാത്രമായിട്ടുള്ളൂ. മാത്രമല്ല അവൾ കണ്ടതൊന്നും അവർ കണ്ടിട്ടുമില്ല, അവൾ സംസാരിച്ചൊന്നും അവർ കേട്ടിട്ടുമില്ല. അവരാകെ കണ്ടത് ആ സ്പേസ് ഷിപ്പ് ഓണാക്കി കഴിഞ്ഞപ്പോൾ വന്ന പ്രകാശം മാത്രമാണ്. 43 ക്യാമറകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാമറകളിലും ഈ ദൃശ്യം മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. പിന്നീട് കാണിക്കുന്നത് അവളുടെ ഒരു ഹിയറിംഗ് ആണ്. അവൾ കണ്ട മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. എന്നാൽ ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. കാരണം അതിനൊന്നും ഒരു തെളിവ് പോലും ഇല്ല. ഇപ്പൊ ആ കമ്മിറ്റിയിലുള്ള ആൾക്കാർ പറയുന്നത് നീ കണ്ടുവെന്ന് നിനക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിന്റെ ഒരു സ്വപ്നമായിരിക്കും. നിനക്ക് ഫണ്ട് ചെയ്ത ആ ഹെയ്ഡൻ ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് അയാൾ നിന്നെക്കൊണ്ട് തോന്നിച്ചതാണിത്, അല്ലാതെ നീ പറയുന്നതിൽ ഒരു വാസ്തവവും ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ റഷ്യൻ സ്പേസ് സ്റ്റേഷനിലെ ടിവിയിലും കാണിക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ആ ഹെയ്ഡൻ മരിച്ചുപോയി. അവിടെയുള്ള ആൾക്കാർ അയാളുടെ ബോഡി പാക്ക് ചെയ്യാണ്. ഇനി അയാളുടെ ഭാഗത്തു നിന്നും ഒരു തെളിവും കിട്ടാനില്ല. അങ്ങനെ അവസാനം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അവരിപ്പോൾ ആ കമ്മിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കാര്യം കണ്ടു, വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം. അതെങ്ങനെ വിശദീകരിച്ച് തരണം എന്നെനിക്കറിയത്തില്ല, കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവില്ല. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യരാശി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ആ ഹിയറിംഗിന് ശേഷം അവളിപ്പോൾ പാൽമറിന്റെ കൂടെ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം പുറത്തായിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അതിൽ കുറെ ആൾക്കാർ ഇവിടെ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെ പാൽമർ ഇപ്പം അവൾ അവിടുത്തെ ഒരു കാറിലേക്ക് കയറ്റി. ഈ സമയത്താണ് കുറച്ച് ആൾക്കാർ പാൽമറിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്, നീ അവൾ പറഞ്ഞൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതേക്ക് അവൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. അവൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആക്കും ഭയങ്കര സന്തോഷമായി. ഇനി കാണിക്കുന്നത് ആ വൈസ് പ്രസിഡന്റും അവരുടെ ടീമും തമ്മിലുള്ള ഒരു വീഡിയോ കോൺഫറൻസ് ആണ്. അതിൽ ആ വൈസ് പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അവളുടെ ഹെഡ്സെറ്റ് ചെക്ക് ചെയ്തു, അവൾ അതിൽ റെക്കോർഡ് ചെയ്തെന്ന് പറയുന്ന ഒരു കാര്യവും നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, 18 മണിക്കൂർ അതിൽ റെക്കോർഡിംഗ് നടന്നിട്ടുണ്ട്. സെക്കൻഡുകൾ മാത്രമേ അവളെ കാണാതായിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് 18 മണിക്കൂർ അതിൽ റെക്കോർഡാവുന്നത് എന്നാണ് വൈസ് പ്രസിഡന്റ് ചോദിക്കുന്നത്.
അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലി ഇപ്പം ആ മെക്സിക്കോയിലെ ഒബ്സർവേറ്ററിയിലാണുള്ളത്. കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവൾ ചില കാര്യങ്ങളൊക്കെ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നത്, മറ്റുള്ള ഗ്രഹത്തിൽ ജീവനുണ്ടോന്ന്. അതേക്ക് അവൾ പറയുന്നത്, നിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്, പക്ഷെ അതിനൊരു ഉത്തരം എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അപ്പൊ നമ്മുടെ ഗ്രഹത്തിൽ മാത്രമേ ജീവനുള്ളെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പാഴാക്കി കളയുന്ന പോലെ ആവത്തില്ലേ? ഇനി കാണിക്കുന്നത് എല്ലി അവിടെ ഒരു മലയുടെ മുകളിലിരിക്കുന്നതാണ്. കുറെ നേരം എന്തോ ആലോചിച്ചതിന് ശേഷം അവൾ അവിടെ നിന്നും കുറച്ച് മണ്ണെടുത്തു. ഇപ്പൊ അവൾ നോക്കുമ്പോൾ അവളുടെ കയ്യിലായിട്ട് ചെറിയ ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുതേ. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.